വൈകുന്നേരത്തൊക്കെ എന്താ നിങ്ങളെ കോഴികൾക്കൊക്കെ കൊടുക്കുക എന്നൊക്കെ ചോദിച്ചിരുന്നു. വൈകുന്നേരത്തെ അരിയും ഗോതമ്പൊക്കെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം അങ്ങനെ കൊടുക്കും. അഥവാ ഇനി കുതിർത്തിയിട്ടില്ലെങ്കിൽ ഗോതമ്പും അരിയൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ അരിയും ഗോതമ്പൊക്കെ പൊടിക്കുമ്പോൾ അതിൽ കുറച്ച് പൊടിയായിട്ടും വരൂലേ. അപ്പോൾ അതങ്ങനെ വെറുതെ പോവാതെ ഒന്ന് നനച്ച് കൊടുത്താൽ അതും കൂടി അതിലാണ് മിക്സായിട്ട് വരും ചെയ്യും. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ തിന്നാനും ഉഷാറാവും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലൊന്ന് പൊടിച്ച് അതിൽ കുറച്ചൊരു വെള്ളം ഒഴിച്ച് ഒന്നും ഇങ്ങോട്ട് നനച്ച് കൊടുക്കും. അപ്പോൾ പിന്നെ പൊടിയൊന്നും വേസ്റ്റായിട്ട് പോവുകയും ചെയ്യില്ല. ആ രീതിയിൽ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കുകയും ചെയ്യുക. വലിയ കോഴികളും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ചാണ് കഴിക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒന്നും കൊടുക്കുകയൊന്നും ചെയ്യുക. പിന്നെ അങ്ങനെ അവർ കൂട്ടിലോട്ട് കയറും ചെയ്യും. ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേന് തന്നെ കൊടുക്കും. പിന്നെ നമ്മൾ ആ കൂടിൻ്റെ ഭാഗത്തേക്ക് ചെല്ലരുതേന്നുള്ളൂ. ചെന്ന് കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും നമ്മൾ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും. കോഴികൾക്ക് പിന്നെ അങ്ങനെ അവർക്ക് എത്ര തിന്നാൻ കൊടുത്താലും തിന്നാൻ കിട്ടാത്ത പോലെ കോഴികൾ പിന്നെയും നമ്മളൊന്ന് ഇറങ്ങി ചെന്നാൽ മതി, ഒപ്പം ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യമൊക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം പിന്നെ ആ ഭാഗത്തേക്ക് ചെല്ലാതിരുന്നാൽ പിന്നെ അവരങ്ങനെ കൂട്ടിലോട്ട് കയറിയിട്ടും ഉണ്ടാവും. ആ രീതിയിലാണ് കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കുക. അപ്പോൾ രാവിലെയാണ് ചോറും അതുപോലെ ചോളത്തോടോ അതല്ലെങ്കിൽ പിണ്ണാക്ക്, പിന്നെ അതിൽ തീറ്റ കൊടുക്കണുണ്ടെങ്കിൽ ഏതെങ്കിലും തീറ്റ അതല്ലെങ്കിൽ പിണ്ണാക്കും അതേമാതിരി ചോളത്തോടൊക്കെ കൊടുക്കണുണ്ടെങ്കിൽ ഇവർക്ക് കോഴിത്തീറ്റയൊന്നും കൊടുക്കില്ല. അല്ലെങ്കിൽ ഗ്രോവറൊക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് അതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. ഏതെങ്കിലും ഒന്നേ കൊടുക്കുകയുള്ളൂ. അതിൽ കൂടെ ചോറും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കും. ചോറ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വല്ലാതെ വെന്ത് അളിഞ്ഞൊന്നും പോവാത്ത രീതിയിൽ ചോറ് അങ്ങനെ എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് പഴയ കറിയോ എന്തെങ്കിലുമൊക്കെ അതിലൊഴിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റായിട്ട് വരുന്നതൊക്കെ അതൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ മതി, കേട് വരാതൊക്കെ. അപ്പോൾ ഒന്ന് കേടൊന്ന് അളിഞ്ഞ് അങ്ങനെ ആ രീതിയിലൊന്നും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ തന്നെ കോഴികൾക്ക് അസുഖമൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു നേരം അതുപോലെയും കൊടുക്കുക, ഒരു നേരം ഇങ്ങനെയും കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പുറത്തേക്ക് വിടുന്ന കോഴികളാകുമ്പോൾ പുറത്തുനിന്ന് തന്നെ കൊത്തി കഴിക്കാനുള്ളതൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അതിൻ്റെ പുറമെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് വിടാത്ത കോഴികൾക്കൊക്കെ നന്നായിട്ട് ഇലകളും പുല്ലും അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉഷാറായിട്ട് നമുക്ക് കോഴിനെയൊക്കെ വളർത്തിയെടുക്കുകയും ചെയ്യാം.